ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. നീറ്റ് പ്രിപ്പറേഷൻ രംഗത്ത് ചരിത്രം മാറ്റി എഴുതുകയാണ് സൈലത്തിൻ്റെ ഇപ്രാവശ്യത്തെ റിസൾട്ട്സ്. അതായത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അടിപൊളി സ്കോർ +2-നും അതിനോടൊപ്പം തന്നെ നീറ്റ് എക്സാമിനും ജെഇക്കും അടിപൊളി സ്കോർ മേടിച്ചുകൊണ്ടാണ് നമ്മുടെ പല മക്കളും നമ്മുടെ ബാച്ചസിൽ നിന്ന് പാസ് ഔട്ടായി പോകുന്നത്. അപ്പോൾ അതുപോലൊരു ഫ്യൂച്ചർ ഡോക്ടറാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇതാ എയിംസ് ക്യാമ്പസിലേക്ക് പോകുന്ന സൈലത്തിൻ്റെ മറ്റൊരു ഫ്യൂച്ചർ ഡോക്ടർ മിസ്റ്റർ ഷാദ്. നമ്മുടെ ഷാദ് മഞ്ചേരിക്കാരനാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അതുപോലെ ഷാദ് നമ്മുടെ ഇൻറ്റഗ്രേറ്റഡ് ക്യാമ്പസിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റിലാണ് ഷാദ് ഇത്രയും നല്ലൊരു വിജയം കൈവരിച്ച് ഇപ്പം എയിംസിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഷാദിൻ്റെ വിവരങ്ങൾ നമുക്കറിയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഷാദ്, കൺഗ്രാറ്റുലേഷൻസ്. ഇതിനു മുമ്പ് റിസൾട്ട് അറിഞ്ഞപ്പോൾ വന്നിരുന്നു അല്ലേ? അടിപൊളി റിസൾട്ടാണ്. ഇപ്പോൾ എയിംസിൽ കിട്ടിയല്ലോ. സോ വാട്ട് ഡു യു ഫീൽ റൈറ്റ് നൗ? എയിംസിൽ കിട്ടിയപ്പം എന്താണ്, ഒരു ഉള്ളിൽ മൊത്തം ഒരു സന്തോഷം. ഫാമിലി ആണെങ്കിലും എല്ലാവരും സന്തോഷം. ഇപ്പോൾ ഫാമിലിയിലെല്ലാവരും ഇന്നോർത്ത് നല്ല പ്രൗഡാണ്. അതൊക്കെ ഇതാകുമ്പോൾ ഫീലാണ്, ഒരു അടിപൊളി നല്ല ഫീലാണ്, ഹാപ്പിയാണ്. ആക്ച്വലി അന്ന് നമ്മൾ ഫസ്റ്റ് ടൈം സംസാരിച്ചപ്പം പക്ഷെ അത് ഒട്ടും ഓപ്പൺ അപ്പ് ചെയ്യുന്നില്ലായിരുന്നു. ഭയങ്കര കുറേ പറയാനുണ്ട്, പക്ഷെ ഒന്നും പറയാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയാണ്. പക്ഷെ ഇപ്പം ഞാൻ കാണുന്നത് ഭയങ്കര കോൺഫിഡൻ്റ് ആയി, പോസിറ്റീവായി ചിരിക്കുന്ന, നന്നായിട്ട് സംസാരിക്കുന്ന ഷാദിനെയാണ്. സോ വാട്ട് ഹെൽപ്ഡ് യു ടു ബി ഹിയർ, ലൈക്ക് റീച്ച് ഹിയർ? ഇപ്പോൾ ആ ഒരു ടൈമിൽ പറഞ്ഞാൽ ഞാൻ ഇത്ര മാർക്ക് കിട്ടാൻ മാത്രം പഠിച്ചിരുന്നു. അത്ര മാർക്ക് കിട്ടിയപ്പം ഇതൊരു ഞെട്ടലായിരുന്നു. ആ ടൈമിൽ എനിക്ക് തന്നെ വിശ്വാസമായിരുന്നില്ല ഇത്രയൊന്നും ഞാൻ കിട്ടുന്നു. മൊത്തത്തിലൊരു ഞെട്ടലായിരുന്നു. പിന്നെ ഇപ്പോൾ പറഞ്ഞാൽ കുറേ കാലമായി ഇത്, ഇപ്പോഴും ഇതിൻ്റെ ഒരു പുകില് മാറിയിട്ടില്ല. ആൻഡ് അതുകൊണ്ട് തന്നെ ഐ എം വെരി കോൺഫിഡൻറ്റ്. ഇപ്പോൾ കുറേ കോൺഫിഡൻസ് ഒക്കെ ഇമ്പ്രൂവ് ആയി തോന്നുന്നുണ്ട് അല്ലേ? നല്ല കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ബിക്കോസ് യു ഹാവ് അച്ചീവ്ഡ് സംതിങ് ദാറ്റ്സ് റിയലി ഗ്രേറ്റ്. എല്ലാവരും ചെയ്യുന്ന കാര്യമല്ലല്ലോ അത്. എത്രയോ ലക്ഷം കുട്ടികൾ എഴുതിയ പരീക്ഷയാണ്. എത്രയോ ആളുകൾ വർഷങ്ങളോളം പ്രിപ്പയർ ചെയ്തിട്ട് എഴുതുന്ന പരീക്ഷയാണ്. അതാണ് മോൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പഠിച്ച് നല്ല മാർക്ക് വാങ്ങിയത്. അപ്പം +2ൻ്റെ മാർക്ക് എങ്ങനെയുണ്ടായിരുന്നു? +2ൻ്റെ മാർക്ക് നല്ലോണം ഉണ്ട്. എനിക്ക് CBSE ബോർഡിന് 96%. വെരി ഗുഡ്. അപ്പം ഡബിൾ ദ ജോയ് ആണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഏത് ക്യാമ്പസിലാണ് കിട്ടിയത് എയിംസിൻ്റെ? എയിംസ് ഗുവാഹട്ടിയിലാണ് ഇപ്പോൾ കിട്ടിയത്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ക്യാമ്പസ് പോയി കണ്ടിരുന്നോ? വീഡിയോസിൽ കണ്ടിട്ടുള്ളൂ. പോയി റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ എന്തിൽ സ്പെഷ്യലൈസ് ചെയ്യാനാണ് ആഗ്രഹം ഡോക്ടറായിട്ട്? ആദ്യം അങ്ങനെ ഓർത്തോലായിരുന്നു സ്പെഷ്യലൈസ് ചെയ്യണം. ഇപ്പം മാറുന്നുണ്ട്, ഇനി മാറുന്നാണ് എല്ലാവരും പറയണേ. അപ്പം ഞാൻ പിന്നെ അങ്ങോട്ട് ഇപ്പം നോക്കുന്നില്ല. ഡോക്ടർ ആവണമെന്ന് പണ്ട് മുതലേ ആഗ്രഹമായിരുന്നോ? ഒരു 9th 8th ആ ടൈമിലോട്ട് തുടങ്ങിയതാണ്. ഫാമിലിയും ഇപ്പം ഫ്രണ്ട്സും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ഡോക്ടർമാരുണ്ട്, അവരൊക്കെ തന്നെ. പിന്നെ ഒരു എനിക്ക് പറ്റിയ ഫീൽഡ് അതാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. ഓക്കെ. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടു. സോ ഇപ്പം ഞാനിപ്പം ഗൗതപ്പനോട് നേരത്തെ ചോദിച്ചിരുന്നു, നമ്മൾ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ നിങ്ങൾക്ക് ഇങ്ങനെ കുറേ എക്സാമുകളും ടെസ്റ്റുകളും കാര്യങ്ങളും ഒരു പ്രാക്ടിക്കൽ ഉണ്ട്, കുറേ എഴുതാനും ഒക്കെ ഉണ്ടാവില്ലേ? വൈകിട്ട് ചെന്നിട്ടും കുറേ എഴുതാനും ഹോംവർക്ക് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അതും ഈ നീറ്റിൻ്റെ പ്രിപ്പറേഷൻ തമ്മിൽ എങ്ങനെ മാനേജ് ചെയ്തു? അത് പറഞ്ഞാൽ ബോർഡ് എക്സാംസിൻ്റെ പറയുമ്പം ഞാൻ മെയിൻലി എക്സാംസ് വരുമ്പോൾ അതിനെ പ്രിപ്പയർ ചെയ്യും. പിന്നെ രണ്ടും ഏകദേശം ഒരേ സിലബസ് ആയതുകൊണ്ട് പ്രിപ്പയർ ചെയ്യുമ്പം രണ്ടിനും ഉള്ള രീതിക്ക് പ്രിപ്പയർ ചെയ്യും, നല്ല പ്ലാനിങ്ങിൽ പ്രിപ്പയർ ചെയ്യും. പിന്നെ ബോർഡ് എൻ്റെ ഒരു മനസ്സിൽ ഞാൻ വലിയ ടാർഗറ്റ് വെച്ചിട്ടില്ല. ഈ ടാർഗറ്റ് എനിക്ക് കിട്ടിയതാണ്. ഞാൻ ഒരു 90 അല്ലെങ്കിൽ 85 ആ ഒരു റേഞ്ചിക്ക് കിട്ടിയാൽ മതി ആവറേജ് മാർക്ക്. ബാക്കി മൊത്തം നീറ്റിന് ഇടാന്നുള്ള രീതിക്ക് തന്നെയാണ്. അതിന് ഞാൻ സ്ട്രെസ് ചെയ്തിട്ടില്ല. അത് തന്നെയാണ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങളോട് പറഞ്ഞു തരുന്നത്, മക്കളെ പ്ലീസ് ഡോണ്ട് എന്താ പറയുക, നിങ്ങളുടെ ഒരു ഗോളിൽ നിൽക്കുക. അതായത് ഫോക്കസ് ഓൺ വൺ തിങ്. കാരണം നിങ്ങളുടെ +2ൻ്റെ ബോർഡ്സിൻ്റെ മാർക്സ് ഇറ്റ് വിൽ ഫോളോ. ബിക്കോസ് നിങ്ങളുടെ സെയിം സിലബസ് ആണ് നിങ്ങൾ രണ്ടിനും പഠിക്കുന്നത് അല്ലേ? അപ്പോൾ നീറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ വൃത്തിയായിട്ട് പഠിച്ചു പോവുക. ബോർഡ്സിൻ്റെ സ്കോറൊക്കെ വന്നോളും. അത് ഓർത്ത് ടെൻഷൻ അടിക്കാണ്ടിരിക്കുക. അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലോ എന്ന് ഓർത്തിട്ട് അല്ലേ? അങ്ങനെ ടെൻഷൻ ഉണ്ടായിരുന്നോ പക്ഷെ അതിന് പഠിക്കുമ്പോൾ? എക്സാമിൻ്റെ തലേന്നുണ്ടാവണ ആ ഒരു ഇതിലുള്ള ടെൻഷൻസ് ഉണ്ട്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ പേടിയാവും, ബോർഡ് എക്സാം വരുന്നുണ്ടല്ലോ, മാത്സ് ഒന്നും അറിയില്ലല്ലോ എന്നുള്ള രീതിയിൽ. അത് പിന്നെ ഉണ്ടാവണല്ലേ എഴുതിയിട്ട് പിന്നെ പഠിച്ചെടുക്കും, അത്രേ ഉള്ളൂ. ഷാദ് ആദ്യം വന്നപ്പോൾ പറഞ്ഞ കാര്യമായിരുന്നു, മിസ്സേ ഞാൻ ഭയങ്കര ലാസ്റ്റ് മിനിറ്റ് ഒക്കെ പഠിച്ചിട്ടാണ് മാർക്ക് മേടിച്ചത് അല്ലേ? +1 നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, +2ലാണ് പിന്നെ ഞാൻ പഠിക്കാൻ തുടങ്ങിയത് തന്നെ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടാണ് ഇത്രയും നല്ലൊരു സ്കോർ കിട്ടിയതും ഇപ്പം ഇന്ത്യയിലെ ടോപ്പ് മെഡിക്കൽ കോളേജിൽ ഒന്നിൽ പഠിക്കാൻ പോകുന്നതും. സോ വാട്ട് ഡു യു വാണ്ട് ടു ടെൽ ദി അതർ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്? അവരോട് പറയാനുള്ളത് പറഞ്ഞാൽ ടൈമില്ലാന്ന് കരുതിയിട്ട് ഇനി പേടിക്കേണ്ടതില്ല. എത്ര ടൈമുണ്ടോ ആ ടൈമിനനുസരിച്ച് നമ്മൾ നല്ല പ്ലാൻ ഇട്ട് പഠിച്ചാൽ തന്നെ നമുക്ക് ആ ഒരു ഇതിനുള്ള മാർക്ക് നമുക്ക് എന്തായാലും കിട്ടും. നമ്മളെ വർക്കിനുള്ള നമ്മളെന്തായാലും റിസൾട്ടിൽ ഉണ്ടാവും.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ടൈം തീർന്നു. ഇപ്പം പ്ലസ് ടുവിലുള്ള സ്റ്റുഡൻസിനോട് ഞാൻ പറയുകയാണ്, പ്ലസ് 1 ഒന്നും തീരെ അറിയില്ല എന്ന് കരുതി നിൽക്കണ്ട, പ്ലസ് 2 പഠിച്ച് തീർക്കുക. എന്നിട്ട് നമ്മൾ അതിനനുസരിച്ചുള്ള അപ്പം ഇനിയിപ്പോൾ പ്ലസ് 2 മുതൽ പ്ലസ് 2 പഠിക്കുന്നവരോട് പ്ലസ് 2 തീർത്തിട്ട് പ്ലസ് 1 ഓർത്ത് വിഷമിക്കണ്ട അല്ലേ, അത് നമുക്ക് പിന്നീട് റിവിഷൻ ടൈമിലാണെങ്കിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ ഒക്കെ ഡെയിലി ചെയ്ത് നോക്കായിരുന്നോ? ക്വസ്റ്റ്യൻ ഡെയിലി ചെയ്ത് നോക്കുന്ന ടൈം പറഞ്ഞാൽ ക്ലാസ് എടുക്കുന്ന ടൈമിൽ എന്ന് വെച്ചാൽ ഓരോ ചാപ്റ്റേഴ്സ് ക്ലാസ് പോകുന്ന അതിൻ്റെ ഒപ്പം തന്നെ ആ ചാപ്റ്റർ പഠിച്ച് ഡെയിലി ഓരോ ചാപ്റ്ററിന് 10 to 15 ക്വസ്റ്റ്യൻസ് ചെയ്ത് പോയിരുന്നു. പിന്നെ അവസാനം റിവിഷൻ ടൈമൊക്കെ ആയപ്പോൾ ക്വസ്റ്റ്യന് പകരം ഞാൻ എക്സാംസ് എഴുതാറാണ് പതിവ്. അപ്പോൾ ആ ഒരു എക്സാം എഴുതാനുള്ള എബിലിറ്റിയും കൂടി കിട്ടേണ്ട രീതിക്ക് ടൈമർ സ്വന്തം വെച്ചിട്ട് ഞാൻ സ്വന്തം പേപ്പർ എടുത്തിട്ട് എക്സാം ചെയ്ത്. നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ഒക്കെ ഹെൽപ്പ് ചെയ്തിരുന്നോ? ഓ, അത് ഈ ഞാൻ പറഞ്ഞില്ലേ, പഠിക്കുന്ന ടൈമിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ സൈലത്തിന്റെ സ്റ്റഡി മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്. മോക്ക് ടെസ്റ്റുകളോ GIB ഒക്കെ അതൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ഇതൊക്കെ ഹെൽപ്പ് ചെയ്തത്. എനിക്ക് അവസാനം ടൈമില്ലായിരുന്നു പ്ലസ് 1 പഠിക്കാൻ. അപ്പം ഏത് ഭാഗം പഠിക്കണം, ഏതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് നമുക്ക് മനസ്സിലാവുക അങ്ങനെ ഈ GIB അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് എഴുതി നോക്കുമ്പോഴാണ് എവിടെ നിന്നൊക്കെയാണ് ചോദ്യം വരുന്നത് മനസ്സിലാക്കുക. എന്നിട്ട് അത് പഠിക്കും. അതിനെ ബേസ് ചെയ്തിട്ട് അങ്ങനെ പഠിച്ചു. അപ്പോൾ മോക്ക് എക്സാമുകളൊക്കെ എല്ലാം ഹെൽപ്പ് ചെയ്തു നന്നായിട്ട് അല്ലേ? നീറ്റ് എക്സാം ഹാളിൽ കയറിയപ്പോഴുള്ള എക്സ്പീരിയൻസ് എന്തായിരുന്നു? കുറേ നേരം ബോറടിച്ചിരുന്നു ഫസ്റ്റ്, അതാണ് ഒരു കാര്യം. പിന്നെ എക്സാം പേപ്പർ കണ്ട് ക്വസ്റ്റ്യൻസ് കണ്ട് പെട്ടെന്ന് പോകണ കണ്ടപ്പോൾ നല്ലൊരു സമാധാനം. പിന്നെ ആ കോൺഫിഡൻസിൽ തന്നെ അങ്ങനെ എഴുതിപ്പോയി. ലൈക്ക് പരിചയമുള്ള ക്വസ്റ്റ്യൻസ് ആണെന്ന് തോന്നിയിരുന്നോ? നല്ലോണം പരിചയമുള്ളതും പിന്നെ നമുക്ക് ചോദിക്കുന്ന ലെവലല്ല, ഭയങ്കര എളുപ്പമായിട്ടാണ് ചില ക്വസ്റ്റ്യൻസ് തോന്നുക. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് മോക്ക് എക്സാമുകളൊക്കെ എഴുതി പ്രിപ്പയർ ചെയ്തതുകൊണ്ടാണ് അല്ലേ നമുക്ക് എക്സാം ഇത്ര ഈസി ആയിട്ട് പോയത്. അതും വാട്ട് ഐ ഫീൽ ഇസ് നിങ്ങളുടെ അച്ചീവ്മെൻറ്റ് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യേണ്ടതാണെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു കാരണമുണ്ട്. ബിക്കോസ് ഈ കഴിഞ്ഞ നീറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ ഒരുപാട് കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള എക്സാം ആയിരുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ മാർക്ക് ഉണ്ടായിട്ടും എയിംസ് കിട്ടുന്നതൊക്കെ ഒരു എഡ്ജിലായിരുന്നു, കിട്ടിയതിൽ സന്തോഷം. അതെ. സോ ദാറ്റ്സ് റിയലി സംതിങ് ഗ്രേറ്റ്. അപ്പോൾ ഷാദ്, ഓൾ ദ വെരി ബെസ്റ്റ്. അടിപൊളിയായിട്ട് പഠിക്കുക, നല്ലൊരു ഡോക്ടറായിട്ട് വരട്ടെ. ഇനിയും നമുക്ക് മീറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.